അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടില്ല നമ്മുടെ വേറൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വലിയ ഇൻട്രോ ഒന്നും എടുക്കാനില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. നിങ്ങൾക്ക് കണ്ടേരം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടേരം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് ഞെക്കൊന്നും ചെയ്യേണ്ട, എൻ്റെ കയ്യിലുള്ള ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഞാൻ ഈ വീടുണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്ത്, പിന്നെ വീടുണ്ടാക്കിയിട്ട് ഈ സാധനമല്ലേ, ഈ സാധനവും ഞാൻ റെക്കോർഡ് ചെയ്ത് പുറത്തുള്ള അവിടെ കൊല്ലാനുള്ള ആൾക്കാരുണ്ട്. മയൊന്നും പോയിനേൽ സെറ്റാവാൻ ഈ സാധനമില്ലേ ഞാൻ റെക്കോർഡ് ചെയ്ത് എന്നെ വെടി വെക്കരുത് ദയവായിട്ട്. അവ യൂട്യൂബറാണ്. ഈ സാധനം ഞാൻ റെക്കോർഡ് ചെയ്ത് ഈ കുളം ആദ്യമുള്ളതാണ്. ഇവിടെ നേരെ അങ്ങനെ ഒരു വഴി സെറ്റ് ചെയ്ത് അത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതാ ഇവിടത്തേക്ക് ഒഴുകി ഇവിടത്തേക്ക് ഒരു മല പോലെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു മല ഉണ്ട്, ഇത് കണ്ടോ, അതിൽ നിന്നാണ് വെള്ളം വരുന്നത്. പിന്നെ നേരെ കടലിലേക്ക് ഒഴുകുന്നുണ്ട്, കടലിലേക്ക് ഒഴുകുന്നത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ സാധനം എടുക്കുമ്പോൾ എൻ്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോയി. അന്നേരം സ്ക്രീൻ റെക്കോർഡ് എന്തായില്ല, സേവ് ആയില്ല. ലേശൊരു ഇതുണ്ടെന്ന് തോന്നുന്നു, ലേശൊരു ഭാഗമുണ്ടെന്ന് തോന്നുന്നു. ഭാഗമുണ്ടെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ ഇട്ടിക്കുണ്ടാവും, ഇല്ലെങ്കിൽ ഇട്ടിക്കുണ്ടാവില്ല. പിന്നെ ഇതാണ് നമ്മളെ ഇതിട്ടു, 2 നായുണ്ട്. അകത്ത് കയറിയിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 നായുണ്ട്. ഇവനാണ് അറ്റാക്കിങ് ഉള്ള ആള്. എനിക്കിന്ന് തിന്നാൻ തരണല്ലോ. അപ്പോൾ അപ്പം തിന്നാൻ അവനിത് കൊടുക്കുക, എനിക്ക് തന്നെ ഒന്നല്ല ഇവിടെ എന്നിട്ടല്ലേ അവന് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുക പാണ്ടവ് നീക്കി നീറ്റ് ഇവിടെ വന്നേ. വട ഇവിടെ പട്ടി. അയ്യോ, ഇപ്പോൾ ചാവേനും പട്ടി കാരണം ലക്ഷം ഞാൻ കാരണം ഈ തേങ്ങേനെ ഒരു കാര്യം നടക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ നായി ഇപ്പം ചാവും, ഞാൻ പോയിക്കില്ലേ, വേഗം പോടാ. ഇതല്ല നായി, ഇതെന്നെ നായി മോനഞ്ഞിവിടെ ഇരി പടച്ചോനെ. ഞാൻ വിചാരിച്ച് ചത്ത് നായിന്ന്. ഞാൻ അങ്ങോട്ട് എരിപ്പോട്ടാക്കിൻ്റെ ചത്തിക്കുണ്ടാവും. ഞാൻ ഇവിടെ താഴത്തെ നായ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ ഒരു സ്കെലട്ടൻ്റെ നായിനെ അടിച്ചുകൊണ്ടിരിക്കലായിരുന്നു. എന്തോ മിസ്സിനെ രക്ഷപ്പെട്ടെ. ഞാൻ ആ സ്കെലട്ടനെ പോയിട്ട് അടിച്ച് നായിൻ്റെ ഒച്ച കേട്ടേ പോയതാണ്. എൻ്റെ അയണൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പറയുന്നില്ല കേട്ടോ, യൂട്യൂബറിനെ അടിക്കരുത്. എന്താ അടിക്കല്ലടാ, ഒന്ന് പോടാ. ഇവനപ്പോൾ വാളൊന്നും ഇല്ല, ഞാൻ പാവത്താനാണ്. ഇപ്പം 5-6 പ്രാവശ്യം ഒരു സ്കെൽറ്റനെ കൊല്ലാൻ ഈ സ്കെൽറ്റനെ കൊല്ലുന്ന വീഡിയോയിലുണ്ടാവും. ലാസ്റ്റ് ഫൈനലി കൊന്നിട്ടോ. എൻ്റെ അയാളൊക്കെ അങ്ങ് തിരിച്ചാ. എനിക്ക് പിന്നെ വേറൊരു കാര്യം കൂടിയും കാണിക്കാനുണ്ട്. ഞാൻ റോസ് കളറുള്ള സാധനത്തിനെ കണ്ടൊരു വിചാരിച്ചു ആക്സിലോട്ടറിനെ കിട്ടിയെന്ന്. ആക്സിലോട്ടറിൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മളെ മറ്റേ ഈ സാധനമല്ലേ, മറ്റേ അമ്പ് എന്നല്ലോ, മറ്റേ ആ സംഭവം ഉണ്ടല്ലോ, ലഷ്കേവ്. ആടെ പോയി നോക്കിയാണ് ഞാൻ. അവിടെ ഒരു സ്ഥലത്ത് കണ്ടെത്തി ലഷ്കേവ്. എൻ്റെ മൈനിങ് ഏരിയയിലാണ് കണ്ടെത്തിയ. മൈനിങ് ഏരിയയും കൂടിയും കാണിച്ചു തരാനുണ്ട്. അത് പറഞ്ഞുതരാണ് ഓർമ്മ വന്നത്. ഈ വൂളൊക്കെ എന്തിനാ ഞാൻ ഇവിടെ വെച്ചേ, ആർക്കറിയാം. എന്തായാലും നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് അയൺ ആർമർ ഉണ്ടാക്കട്ടെ. ആർമറിനുള്ള എല്ലാ സാധനവും എൻ്റെ അടുത്തുണ്ട്. ആർമർ കഴിഞ്ഞിട്ടുള്ള ഉണ്ടാക്കാനുണ്ട്. ഇവിടെ കണ്ട് നോക്കിക്കോ നിങ്ങൾ എത്ര അയൺ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇപ്പം തന്നെ ഉണ്ട് 21 എണ്ണോ. ഇതന്നെ 51 അയൺ എങ്ങാനുണ്ട് ഇനിയും വരെ. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്, ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നേരെ പോയിട്ട് ഇതെല്ലാം ഇതാക്കാൻ പോലാണ്. ഈ ചെസ്റ്റ് ഇപ്പോൾ എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കണം. അവിടെ വെക്കണ്ട, ഇവിടെ വെക്കാം. മുകളിൽ വെച്ചാൽ തുറക്കാനാണിത്. മുകളിൽ വെക്കാൻ കാരണം അവിടെ വിൻഡോ ഉണ്ട്. അവിടെ വിൻഡോയിൽ ഒരു തടസ്സം വരുന്നു. അതാണ് അതിൻ്റെ ഒരു ശരി. ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് കുത്തിക്കയറ്റി വെക്കാം. ഇതിവിടെ കുത്തിക്കയറ്റി വെച്ചിട്ട് അപ്പളേക്ക് നമുക്ക് അയൺ ആർമർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. പിന്നെ എൻ്റെ മൈനിങ് ഏരിയയിൽ ഞാൻ അയൺ ആർമർ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ നിന്ന് ഒരു 2-3 എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് അയൺ ആർമർ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. ആർമർ എവിടെയാടാ ആർമർ കാണാം? ഇവിടെയല്ലേ? തുടങ്ങിയപ്പോൾ തന്നെ ലേക്കാണല്ലോ. എവിടെ ഇവിടെയല്ലേ? ഇവിടെയാണ് കാണുക. ഇതൊക്കെ മറന്നു പോയല്ലോ. ഹെൽമെറ്റ് ഇട്ട്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. നമ്മളെല്ലാ സാധനവും ഇവിടെ ആയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇടാൻ പോവാണ്. ഹെൽമെറ്റ് ആയില്ല, ഞാനിത് വേറെ സ്ഥലത്ത് അതായി പോകുന്നത്. അയൺ ആർമർ, ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഫൈനലി. അതും സെക്കൻഡ് എപ്പിസോഡായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതുവരെ ഞാൻ സെക്കൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ആയിട്ടില്ല കേട്ടോ. എന്ത് മാനിനാണ് ഞാൻ. ഫസ്റ്റ് ആയിട്ടുള്ളൂ, സെക്കൻഡ് ആയിട്ടില്ല ഇതുവരെ. ആദ്യമുള്ള ഈ സ്റ്റിക്കും പിന്നെ കുറച്ചുകൂടി സ്റ്റിക്ക് ഉണ്ടാക്കുന്നുണ്ട്.
കാരണം എന്തിനാന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബാക്കി വന്ന് ഒരു അയൺ കേട്ടോ. ഇരുന്ന് അയൺ ഉണ്ട്, ഇവിടെ അയൺ ഇഷ്ടം പോലെ ഉണ്ട് ഇരിക്കുന്നു. അതിനോട് നമുക്ക് എടുക്കുക, ഉണ്ടാക്കുക. ഫസ്റ്റ് അയൺ സോട്ട്, ആക്സ്, പിക്കാക്സ്, ഷവൽ. ഉണ്ടാക്കണോ? ഉണ്ടാക്കിയേക്കണോ? നമുക്ക് ഇത് ഉണ്ടാക്കാനുണ്ട്, ഷീൽഡ് ഉണ്ടാക്കാനുണ്ട്. ഷീൽഡാണ് എൻ്റെ മെയിൻ. ഷീൽഡ് വിട്ടിട്ട് ഒരു കളിയില്ല എന്ന് പറയുമ്പോഴാണ് ഷീൽഡാണ് എൻ്റെ മെയിൻ. വുഡില്ലല്ലോ ഗൈസ്. വുഡ് ഇതിനോടൊന്ന് ഇതാക്കിയാൽ സെറ്റായി എന്നാണ് എൻ്റെ ഒരു ഇത്. സെറ്റാവോ ഇല്ല, ഒരു വരവും കൂടി വേണം. ഒറ്റയൊന്നിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ആക്സ് പൊട്ടിക്കാനുള്ള കുറച്ചോ. ആക്സ് ഞാൻ പൊട്ടിക്കൂല, ഞാൻ കൈകൊണ്ടേ പൊട്ടിക്കൂല. കാരണം പിന്നെ ചെയ്യാം, അപ്പോൾ നന്നാകുക. ഞാൻ അറിയാണ്ട് ഈ ആക്സും കൈ പിടിച്ച് പോയി പൊട്ടിച്ചുടങ്ങി. ശരിക്കും പറയുകയാണ് അറിയാണ്ട്. എന്തായാലും ഇതിനെ കൊണ്ടങ്ങ് പൊട്ടിക്കാല്ലേ, മൊത്തം പൊട്ടിക്കണം. കാരണം ഒരു മരം ഇങ്ങനെ വെറുതെ കണ്ടാൽ അത് ബോറായി പൊട്ടും നമുക്ക്. ഇവിടെ ഇതിനത് ബാധിക്കും. പിന്നെ നമുക്ക് നായിൻ്റെ മോനെ, സോറി അമ്മോ, നായിൻ്റെ മോൻ തന്നെയാണത്. അതെവിടെ പോയി അതല്ല നമ്മളെ വീട് കണ്ടില്ലേ? ലുക്ക് നമ്മുടെ വീട് കണ്ടില്ല, ഇപ്പോഴാണ് കാണിച്ചിരുന്നത്. മയത്ത് കാണുന്നുണ്ടല്ലോ നിങ്ങള്. ഏതാ നമ്മുടെ വീട്? വള്ളിയെല്ലാം പടർന്നിട്ട് ജാതി പാലോ. ആ വീട്ടിൽ സ്റ്റെപ്പ് പറക്കുക സ്റ്റെപ്പ് നിമ്പള് ഇവിടെ വന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് 40 നമുക്ക് ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ പോലല്ലേ, ഇങ്ങനെ ആക്കണം. ഫുൾ സെറ്റായിട്ടുണ്ട്. നമ്മളെ ടൂൾസ് എല്ലാം സെറ്റാണ്. നമുക്കിനിപ്പോൾ ഒരു പണിയും കൂടി ചെയ്യാറുണ്ട്. ആ പണി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ പകുതി ആൾക്കാർ ഇവിടെ നിർത്തിപ്പോയി ഉണ്ടാവും. ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈനിങ് ഏരിയ പോയി മൈനിങ് ചെയ്യാൻ പോവാണ്. പിന്നെ എനിക്ക് ഫുഡിന് എന്തെങ്കിലുമൊക്കെ നോക്കണം. സുധി എവിടുന്നോ മറ്റേ മഷ്റൂം ആയിട്ട് പോകുന്നുണ്ടല്ലോ, അതൊന്നും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം എനിക്ക് അത് വേണം, എനിക്കല്ലാണ്ട് പറ്റത്തില്ല ഇവിടെ ഇനിയിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അപ്പൊന്നും ചെയ്യാനില്ല, ഈ റോട്ടം ബ്ലഷ് തിന്നാ പോവുക. കുറേ കാലത്തിന് ശേഷമാണ് റോട്ടം ബ്ലഷ് ഞാൻ ഇങ്ങനെ തിന്നുന്നത്, അല്ലാണ്ട് തിന്നിട്ടില്ല. അങ്കർ കൂടുന്നേ ഉള്ളൂ, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെൽത്തൊക്കെ ഫുള്ളായിക്കോളും. 14 ഉണ്ട്. കണ്ടോ 3 നടക്കം കണ്ടിട്ട്. എന്താ ഇവിടെയാണല്ലോ നമ്മളെ സ്ഥലം. ഇവിടെ ഇപ്പം നേരെ ഓടണമല്ലോ, ഓടി അവിടെ എത്തട്ടെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോരോ ബ്ലോക്ക് ഉണ്ടാവും, ഞാൻ പൊട്ടിച്ച് കളയാനുള്ള. എന്നിട്ട് പൊട്ടിച്ച് കളയാത്ത ഓരോരോ ബ്ലോക്ക് ഉണ്ടാവും, അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് നേരെ ഇറങ്ങിപ്പോയാകുമ്പോൾ എന്ത് കാണും? ലഷ് കേവ് കാണാറുള്ളതാണ്. തുടങ്ങി തോന്നുന്നു. ഡീപ് സ്ലൈറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ. അല്ല ഞാൻ കൊണ്ടുവച്ചിട്ടു ഡീപ്. തുടങ്ങി എത്തിയിട്ടില്ല. ഇവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ മൈൻ ചെയ്ത് ഇങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ പോയി നോക്കി. അന്നേരം അവിടെ റെഡ് സ്റ്റോൺ എടുക്കണേനും. പിന്നെ അതൊരു ജസ്റ്റ് ഒരു മൈനിങ്ങും കൂടി ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇതൊക്കെ ഓഫ് ക്യാമറ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തോ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നു. എനിക്ക് മൈൻക്രാഫ്റ്റ് പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ. അതിനോടാണ് നിങ്ങൾ ലൈക്ക് വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ. ഇനി അയണൊക്കെ വേണം. ഇനി നമ്മൾ കണ്ടിക്കേണ്ട എടുക്കാണ്ട് പോരുത്, അതാണ് നമ്മളെ പോളിസി. എല്ലാം എടുക്കണം നമ്മൾ. ഇതെല്ലാം മറന്നു പോകുക എടുക്കുക. ഇതൊന്നും എടുത്തിക്കില്ല, ഞാൻ കണ്ടിക്കില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് മൈൻ ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു സാധനം കണ്ട്. ഈ സാധനം ഞാൻ വെച്ചതാണ്. ഇവിടെ അയുണ്ട്, മാർക്ക് ചെയ്യാൻ വെച്ചാണ്. അപ്പോഴാണ് ഓർമ്മ കിട്ടുക കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ അയാണ് കണ്ടേ. എത്ര അയാണ് മാർക്ക് ചെയ്യാൻ. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. യെസ് അതെനിക്കിപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾക്ക് ഡയമണ്ട് എവിടെയുള്ളതെന്ന് കാണിച്ചു. അതിന് മുന്നേ ലഷ് കേവ് കാണിച്ചാൽ ഇതാണ് ലഷ് കേവിൻ്റെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഇതാണ് ലഷ് കേവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റോൺ അല്ല ലഷ് കേവ്, ബാക്കിയുള്ളതാണ് ലഷ് കേവ്. റെസ്റ്റോൺ പൊട്ടിക്കുമ്പോൾ ഒരു ആനിമേഷൻ കണ്ടോ നിങ്ങൾ? ലൈറ്റ് വരുന്നുണ്ടല്ലോ അതിൽ നിന്ന്. അതെന്താ അങ്ങനെ? വേറൊരു ഓർമ്മ അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മളെ ഷോർട്ട് കട്ടാട്ടോ. ഈ ഷോർട്ട് കട്ട് കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയമണ്ടിൻ്റെ അടുത്തേക്ക് എത്തും അല്ലേ? എത്തേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ ഒക്കെ അയണ, നിറച്ച് അയണ കേട്ടോ. ഇഷ്ടംപോലെ അയണുണ്ട് ഇവിടെ. ഇതെങ്ങോട്ടാണ് ഇവിടെ ഡേട്ടൊക്കെ വെച്ച് മാർക്ക് ചെയ്തിന്. എങ്ങോട്ടാണ് എന്തായാലും. ഇവിടെ പോടാ സ്റ്റെക്കാവട്ടോ ഇടയ്ക്ക്. മൈൻക്രാഫ്റ്റ് പാച്ചാണ്, സാധാ മൈൻക്രാഫ്റ്റ് അല്ല. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അല്ല ഡയമണ്ട് ഉള്ള. ആ ഡയമണ്ട് കെട്ടിയെടുത്ത് ഒന്നേ ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുക. കാരണം എനിക്ക് ഈ ദിവസം ലേശം ലെക്ക് ഉണ്ടായിരുന്നു, കുറേ കിട്ടി.
പക്ഷേ ഈ ദിവസം അങ്ങനത്തെ ദിവസമല്ല. ഈ ലേശം ഒരു പണിയുള്ളൊരു ദിവസമാണ്. ഇതതിൻ്റെ ഇനിയാണ് കാണാൻ പോകുന്ന ഡയമണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ റെസ്റ്റോ മാർക്ക് ചെയ്യാനാണ് ഞാൻ ഇത്രയും വെച്ചിട്ടുള്ളത്. റെഡ് സ്റ്റോണിൻ്റെ അടുത്താണുള്ളത്. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇങ്ങോട്ട് പേടിക്കുക ചെയ്യണ്ട. ആ ഡയമണ്ട് മൈൻ ചെയ്ത് എടുത്തിട്ടേ ഞാൻ പോവും. ഒരു കാരണവശാലും ആ മിസ്സാക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ റെഡ് സ്റ്റോണ് നിറച്ച് റെഡ് സ്റ്റോൺ ആട്ടോ. റെഡ് സ്റ്റോണിൻ്റെ ഇത് കിട്ടിയാൽ ഞാൻ റെഡ് സ്റ്റോൺ എപ്പോഴും മൈൻ ചെയ്തിനോ? മൈൻ ചെയ്തിട്ടുണ്ടാവും. മൈൻ ചെയ്തിട്ടുണ്ടാവും. പിക്കാക്സ് അതിന് ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ. അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ. കിട്ടിയിട്ടുണ്ടാവും. അത് ഇത്രയും നമ്മൾ മൈൻ ചെയ്തെടുത്തിട്ടോ. ഇനി നമ്മൾ നേരെ പോയാൽ ഇവിടെ വെള്ളം കാണും. ഇങ്ങോട്ടല്ല പോകണ്ടേ, നമ്മൾ ഇങ്ങോട്ടാണ് പോകണ്ടേ. ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ നേരെ പോയാണ്. ഇങ്ങോട്ടുമല്ല പോകണ്ടേ, അന്നേരം അങ്ങോട്ടാണ് പോകണ്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ മറന്നു പോയൊന്നും ഡൗട്ട് കേട്ടോ. അത് ഡൗട്ട് മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഇത്. ആടെ ഇതുണ്ട് കേട്ടോ, ഞാൻ കണ്ടിക്ക്. അത് ഇങ്ങോട്ടേക്കൊരു ഇതുണ്ടായല്ലോ. ഈ വഴിയാണ്. ഈ വഴി നമ്മൾ നേരെ കയറുന്ന ഈ വഴിയില്ലേ, ഈ വഴിയാണ്. വഴി കണ്ടോ, ഡേട്ട് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇതെവിടെയും കണ്ടോ ഡേട്ട് വെച്ച്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതിപ്പോൾ നേരെ നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടിക്കണ്ടേ. നമുക്ക് ഇതാ ഇവിടെ ഇങ്ങോട്ട് പോകാനല്ലേ കാണിക്കുന്നത്, അങ്ങോട്ട് പോകാനാണ് പറയുന്നത്. കണ്ടോ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഡേറ്റ് കണ്ടില്ലേ. കിടക്കണ സാധനം എന്താന്ന് എജ്ജാതി മൈൻ ചെയ്യാൻ പോണ്. 1 2 3 രണ്ടെണ്ണം ഉണ്ടാവണേ. രണ്ടെണ്ണം ലെക്ക് മോനെ, ലെക്ക്. 3 ഉണ്ടാവണേ. 3 ഇല്ല. ലെക്ക്. ഡയമണ്ട് കിട്ടി മോനെ. ഡയമണ്ട് കയ്യിലെത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഡയമണ്ട് കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡയമണ്ട് കിട്ടൂ. താഴത്തേക്ക് പോയി മൈൻ ചെയ്യുകയാണെങ്കിൽ സുഖത്ത് കിട്ടും. എനിക്ക് ഈ അടുത്ത് ഡയമണ്ട് ആർമർ ആയിട്ട് വേണം എനിക്ക് ബിൽഡ് ചെയ്യല്ല അയൺ ആർമർ തന്നെയാണ് ഞാൻ കുറേ നേരം നിൽക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പകുതി യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുക. അയൺ ആർമറിലാണ് കുറേ ബിൽഡിലിട്ട് ഉണ്ടാക്കി വെക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാണ്ട് മൈൻക്രാഫ്റ്റ് മാത്രം കളിച്ച് പോകാണെങ്കിൽ ശരിയാവില്ലല്ലോ. മൈൻക്രാഫ്റ്റിലുള്ള ഒരു കുറച്ച് ബിൽഡേഴ്സും കളിക്കണ്ടേ. ആടെന്തിനാ ഞാൻ ഇപ്പോൾ വെച്ചേ നമുക്ക് പിശിക്കണ്ട. ഡയമണ്ട് കിട്ടിയ വലിയ പുള്ളിയല്ലേ നമ്മൾ, വലിയ ചെറിയൊരു യൂട്യൂബർ. അതുകൊണ്ട് നമ്മൾ പിശിക്കൂല. ലാപ്പിസ് റസൂളുണ്ട് ഇവിടെ. ലാപ്പിസ് റസൂളിനെ കൊണ്ടുപോകാൻ നമുക്ക്. ലാപ്പിസ് റസൂളെല്ലാം കുറേ കിട്ടും കേട്ടോ. റസൂളി മോനഞ്ഞി താന്ന് വാ അങ്ങോട്ട്. ഇങ്ങോട്ടാ പോകുന്നേ മോനഞ്ഞി വാ. അവിടെ എവിടെയോ അയൺ ഉണ്ടല്ലോ. ഇവിടെ ഗ്ലോ ഇങ്ക് സാക്കില്ലല്ലോ, ഗ്ലോ മറ്റേ ആ സാധനമുണ്ട്. മറ്റേ ആ സംഭവം കടലിലുള്ള കാണിച്ചെന്നാ പ്രശ്നം തീർന്നില്ലേ. ഇതാ ഈ സാധനമാണ് കടലിലുള്ള സാധനം. വന്ന് കയറി എന്നിട്ട് അതിന് ഡാമേജ് അടിച്ചല്ലോ. ഇങ്ങോട്ടേക്കൊക്കെ ചിലപ്പോൾ ഡയമണ്ട് ഉണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മൾ ഡയമണ്ട് മൈനായിട്ടുള്ളത്. അവിടെ നല്ല ലേശം അപ്പുറത്തോട്ട്. ഇനിയാണ് ലേശം ഒരു കോംപ്ലിക്കേറ്റഡ്. എനിക്ക് പുറത്തേക്ക് കൊണ്ട വഴി അറിയില്ല. ഞാനിവിടെ പുറത്തേക്ക് എത്തിയിട്ടേ വീഡിയോ അവസാനിക്കുന്നുള്ളൂ. പുറത്തേക്ക് എത്തേണ്ട വഴി എനിക്ക് മനപ്പാടാണ് ഗൈസ്. എന്താണ് നിങ്ങൾ പറയുന്നത്? നേരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തല്ലേ. ഇവിടെ പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ എത്തും അതെനിക്കറിയാം. അത് 100% ഉറപ്പാണ്. ഇവിടെ പോവുകയാണെങ്കിൽ നമ്മൾ ഏതോ സ്ഥലത്തെത്തും. കണ്ടോ ഈ സ്ഥലത്താണ് എത്തുക. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ഇതുണ്ട് മറ്റേ അയൺ. ഒന്നല്ല കേട്ടോ, 4 ഉണ്ട്. ഇവിടെ ഞാൻ ഒരു അയൺ മറന്നു വെച്ചിരുന്നു കേട്ടോ. എടുക്കാൻ വന്നതാണ്. അന്നേരമാണ് കാണുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. ഏതാല്ലേ. പക്ഷെ എനിക്കിനി അയൺ കിട്ടിയിട്ട് കാര്യമില്ല. എനിക്കൊരു ഡയമണ്ട് 2 6 ഒക്കെ അങ്ങനെ കൊണ്ടുവച്ചതാ. ഞാൻ വാരക്കോര് എടുത്ത് കൊണ്ടുപോവാ. അതിനല്ലേ നിങ്ങൾ കളിക്കുന്നേ. അങ്ങ് വെച്ച് താടോ. അങ്ങനെ ഫൈനലി നമ്മളെ സ്ഥലം കണ്ടെത്തി. വിലോളി പോയിക്കൊണ്ടാണ് എത്തുക. വിലോളി ഇങ്ങനെ പോയാൽ ചുറ്റിൻ്റെ നേരെ എത്തും. ഇത് താഴെ പോയിക്കില്ല, ലെക്കുണ്ട്. താഴെ പോയാൽ എൻ്റെ ഒരു ഡയമണ്ട് ഉണ്ട്. അന്നേരം പള്ളി വിലോളി പോരുത്. സൂക്ഷിച്ചടക്ക് ഡയമണ്ട് ഉള്ളതാ. അമ്മേ സോമ്പി. ഞാനേതോ കുകയിലെത്തി. എടാ ഇതാണ് കുഴപ്പം ഇവിടുത്തെ. പോടാ പേടിയാണെന്ന് അറിഞ്ഞി. എൻ്റെ ഡയമണ്ട് പോക്കരുത്. കുതാവ് എനിക്കിവിടുന്ന് പോകണം. അല്ല ലാവുള്ള മുകളിലേക്ക് നോക്കിയാൽ വിളിച്ചോണ്ട് ഭാഗ്യം. മുകളിലേക്ക് ഒന്ന് കയറിഞ്ഞി. എങ്ങനെ കയറാനാവോ? ലെസ്കേവ് കണ്ട് എനിക്ക് അവിടെ എത്തണം. അമ്മേ ഉള്ളി എത്തി സ്ഥലം തീ കുഴി കണ്ട നീ മനസ്സിലാവും. ഗോൾഡ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഗോൾഡ് മെനിയ ഗോൾഡ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അത് ഇനി തരണം. തന്നിക്ക്. ഇതിൻ്റെ അടിയിലേക്ക് എന്തോ അയൺ എന്തോ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന് കയറി സ്ഥലത്തി. അതുകൊണ്ട് ഇവിടെയൊക്കെയാണ് മൈനായിട്ടുള്ളത്. ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എത്തും.
കണ്ടോ മാർക്ക് ചെയ്ത സ്ഥലം. ഇവിടെ നേരെ പോയാൽ നമുക്ക് മുകളിലേക്ക് എത്താം. ലേശം പണിയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് കണ്ടത്തെ. പിന്നെ അത് ലേറ്റസ്റ്റ് വേർഷൻ അല്ല, ഇതിൽ ഹാപ്പി കാസ്റ്റ് ഇല്ല, അത് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ശരിക്കും മൈൻക്രാഫ്റ്റ് അല്ല, മറ്റേ വാങ്ങുന്ന മൈൻക്രാഫ്റ്റിൽ അല്ലാത്ത മൈൻക്രാഫ്റ്റ് ആണ്. അതിനോണ്ട് ലേശം ഒരു ഇതാണ്, പണിയാണ് അങ്ങനെ ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് നമ്മൾ സെറ്റാക്കണം അല്ലേ, സെറ്റാക്കണം. ഇവിടെ അങ്ങനെ ബ്ലോക്ക് വെക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്, മുകളിലത്തെ മാറ്റാൻ. അന്നേരം നമ്മൾ എന്താക്കണം എന്നറിയൂ, ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഈ മുകളിലത്തെ ബ്ലോക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം. മുകളിലത്തെ ബ്ലോക്ക് മൊത്തം പോയതാണല്ലോ, ഇത് മാറ്റണം അല്ലേ. ആടെ ഉണ്ടാവുമല്ലോ, ആടെ ഉണ്ടാകണ്ട കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുമ്പോൾ ഇവിടെ ഉണ്ടാവും അല്ലേ. ഇല്ല ആടെ ഉണ്ടാവില്ല, ഇവിടെ നിന്ന് കയറിപ്പോനാവില്ല. അന്നേരം ആടെ നിന്ന് കുഴിച്ച് ഇറങ്ങി പോരുമ്പോൾ ആ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അങ്ങനെ എത്തിയാൽ പോരെ, കയറാൻ പറ്റാത്ത സ്ഥലത്ത് ഇങ്ങനെ വെച്ച് പോലെ. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബായ്. പിന്നെ വേറൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നമ്മളെ വാച്ച് ടൈം അവേഴ്സ് എല്ലാം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഷോർട്സിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ ആണെങ്കിലും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനം ഒരു പ്രോപ്പർ ബിൽഡാക്കാനാണ്. മൈനിങ് ഏരിയൻ്റെ ഇവിടെ ആയിട്ടിട്ട് ഗുഹ പോലെ വന്നിട്ട് ഇതാ ഞാൻ കാണിച്ചു തരാണ്, മാർക്ക് ചെയ്ത് കാണിച്ചു തരാണ്. ഇതാ ഇത് വുഡ് ആണെന്ന് വിചാരിക്കുക ഞങ്ങളിപ്പോൾ 2 അപ്പുറത്തും അതേമാതിരി സിമെട്രിക്കായിട്ട് 2 വുഡ് ഇങ്ങനെ ഉണ്ടാവും. 2 വുഡ്. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഇതും വുഡാണെന്നൊക്കെ വിചാരിച്ചോട്ടോ. നമ്മൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ബ്ലോക്കിൽ ഹൈറ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും 2. ഇവിടെ ഒരു വുഡ് ഉണ്ടാവും, ഇവിടെ ഒരു വുഡ് ഉണ്ടാവും. എഡിച്ച് പോലെ കേട്ടോ, എഡിച്ച് പോലെ മീൻസ് എഡ്ജാണെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് പൊട്ടിന് മാറ്റുന്നില്ല. പിന്നെ ബാക്കോട്ട് ലേശം ഒരു ഇല ഇതൊക്കെ വെച്ചിട്ട് മല പോലെ വെള്ളോട്ട് ഉണ്ടാക്കും, ലേശം മല പോലെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മളത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.